இது என்ன தெரியுமா? லட்டு. அல்லே. ஜிலேபி. அல்லே. பழம்பொரி. ஐயோ ராசையா அவ்வளவுதானே. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்க. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ண கண்ணு போல பாக்கணும். எங்க அப்பா நல்லவர், വളരെ நல்லவர். அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? ഇനി എന്താണോ കൊണ്ടുവന്നേക്കണേ? വാങ്ങ കാണിച്ചു തരാം. വാങ്ങ. എന്ത് മാറനാണാവോ? யாரையில பார்த்தது? ஐயே பாத்தீங்களா இருக்கு. என்ன நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, போய் சொல்றேன். எனக்கு பீடி ஸ்மெல் தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് சொல்லியாச்சு, പല്ല് വേദനയ്ക്ക് ரொம்ப நல்ல மெடிசின் சிகரெட் വലിക്കൂ. அத ഞാൻ சிகரெட் വലിச்சேன். அப்படியா? அப்படின்னு நான் ஒன்னு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999 2000 2001 2002 മതിയാ. ഇനി എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. ഇത് സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, വാർഷികോ ആഘോഷോ. എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. അപ്പൊ പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ, എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ? ടാക്സി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത്? ഞാൻ എപ്പോഴും കൊണ്ടും. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നത്? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടിയുണ്ട്. അതെന്താ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് അത് മാത്രം പോരെന്നേ. ഇവരുടെ കാര്യം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. കൈക്കൊന്നും പറ്റില്ല. കൈ വിളിക്കുന്നു. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച? എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് വെച്ചോടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്തം മാറുമോ? ആ, മാറും. നടന്നേ. നടക്കാൻ. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. കൈയൊക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ? നടന്നേ. സ്മാർട്ടായിട്ടല്ലേ? നടക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ, പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോട്ടാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ രേണു, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം.
എന്റെ പൈലറ്റ് നിന്റെ ഹസ്സിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു മോളെ. ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ. കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ എന്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നും ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ. ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാണാൻ ഒരു വഴിയില്ല. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റില് ഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടറുണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ലേ അപ്പോട്ടിന്? നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരോട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയ മംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ അസൽ അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി. എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്ത് കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനും ഏതിനും അപ്പോട്ടിന് മറുപടി പറയാൻ അറിയാം. പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം? ഡോക്ടർ എന്റെ ആരാ? ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിനെ, എന്റെ അപ്പോട്ടിനെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാനായി ഞാൻ ഒരുങ്ങിയത്. പ്രദർശിപ്പിക്കാൻ ഞാനൊന്ന് പ്രദർശന വസ്തുവോ? ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ. ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്, ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ? നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈയും ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്താം. പോരെ? ചിരിക്കടോ, ചിരിക്കടോ.